89.6 FM Sargakshetra SK Hotspot. Sargakshetra 89.6 FM. It's time for SK Hotspot. And ഇന്നത്തെ SK Hotspot മുഴുവൻ ഒരു പാട്ടിന്റെ ലഹരിയിലായിരിക്കും. കാരണം നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, മറ്റാരുമല്ല, തന്റെ ആദ്യ സിനിമയായ ഭൂതക്കണ്ണാടിയിലൂടെ 3 പാട്ടുകൾ പാടി പിന്നീട് അങ്ങോട്ട് 30-ലധികം സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ആയിക്കോട്ടെ, മാപ്പിള പാട്ടുകളായിക്കോട്ടെ, ഭജൻസ് പാട്ടുകളായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു ഡിവോഷണൽ സോങ്സ് ആയിക്കോട്ടെ, ഈ പാട്ടുകളിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് കവർന്നെടുത്ത നമ്മുടെ പ്രിയ പാട്ടുകാരി പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. സിന്ധു ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓണത്തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഓണത്തിരക്ക് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അടുത്ത തിരക്കിലേക്ക് ആവാനുള്ള സമയമായല്ലേ? ഓണപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഓണത്തിന് ശേഷമുള്ള ചില പരിപാടികളും കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഓണപരിപാടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേ അവസാനിച്ചിട്ടുള്ളൂ. കേരളത്തിന് പുറത്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി പല പല സ്ഥലങ്ങളിലായിട്ട് UAE-യിലും പിന്നെ കേരളത്തിന് പുറത്തും ഒക്കെ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു വർഷം വരെ ഓണപരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാറ്. അതെ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റീൽസിലാണെങ്കിൽ ഞാൻ കാണുന്ന ഒരു ഐറ്റം ഇതാണ്. അതായത് നമ്മുടെ UAE-യിൽ അല്ലെങ്കിൽ പുറത്ത് എബ്രോഡിലൊക്കെ അമ്മ ഡിസംബറും നമ്മൾ ഓണപരിപാടി ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ ഒരു സീൻ അതിങ്ങനെ ഞാനിങ്ങനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഓണപരിപാടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അടിപൊളിയാക്കി മാറ്റുന്നത് അതിനകത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും പാട്ടുകളും നിങ്ങളുടെ ഓരോ ആലാപനങ്ങളും ഒക്കെ തന്നെയാണ്. ആൻഡ് ഇത്തവണത്തെ ചേച്ചിയുടെ ഓണത്തിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഓണം വളരെ സ്പെഷ്യലായി നിന്നത്? ഈ പ്രാവശ്യത്തെ ഓണത്തിൽ എനിക്ക് ഓണപ്പാട്ടുകൾ ഉണ്ടായിരുന്നു, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ ഓണ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ചാനൽസിലായിട്ട് ചെയ്തു. 3 ചാനലുകളിൽ 3 ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓണം ഈ പ്രാവശ്യം നല്ലതായിരുന്നു. കുറച്ച് എൻഗേജിങ് ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ കുറെ കൂടെ അടിപൊളി. അപ്പൊ എന്തായാലും ഒരു സൂപ്പർ ഓണം ആഘോഷിച്ച് അതിന്റെ ഒരു ക്ഷീണവും കഴിഞ്ഞ് ഇനി ഓണവിശേഷങ്ങളും പാട്ടുവിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സ്വന്തം സിന്ധു ചേച്ചിയുടെ പാട്ടുകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഇതിനിടയിൽ അടിപൊളി പാട്ടുകളും നമുക്ക് കേൾക്കാം അല്ലേ? ഉറപ്പല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും വിശേഷങ്ങളുമായിട്ട് സിന്ധു പ്രേംകുമാർ പ്ലേബാക്ക് സിംഗർ നമ്മുടെ കൂടെ ഉണ്ട്. കേൾക്കാം വിശേഷങ്ങൾ പാട്ടുകൾക്ക് ശേഷം. So keep on listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. Sargakshetra 89.6 FM SK Hotspot ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചി, ദേ നമ്മള് ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓണവിശേഷങ്ങൾ കേട്ടു, നമ്മൾ ഓണം കഴിഞ്ഞ് ഓണവിശേഷങ്ങൾ നമ്മൾ അതും കേട്ടു അല്ലേ? മറ്റ് പുറത്തുള്ള രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു, അതിൻ്റെ തിരക്കിലാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു. ആൻഡ് ഇനിയിപ്പം തിരക്കുകൾക്കൊക്കെ ഇടയിൽ ഞാൻ ഇച്ചിരി നിമിഷം ചേച്ചിയുടെ പഴയ കാലങ്ങളിലേക്ക് ഒക്കെ ഒന്ന് കൊണ്ടുപോവാണ്. ആൻഡ് സിന്ധു പ്രേംകുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂതക്കണ്ണാടി എന്ന സിനിമയിലൂടെയാണ് ആദ്യം അല്ലേ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അത് 97-ൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പടം. ആൻഡ് ഇപ്പോൾ 2025 ചേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് 97-ൽ തുടങ്ങിയിട്ടുള്ള യാത്ര 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നത്? ആ ഒരു പഴയ കാലം, ആ ഒരു ഓർമ്മ, അതിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോയാലോ? നേരെ നമ്മൾ ബാക്കിലോട്ട് പോവാണ്. തീർച്ചയായിട്ടും ആ ഓർമ്മകൾ എന്ന് പറയാൻ ഭയങ്കര സന്തോഷമാണ് അതിങ്ങനെ ഓർത്തെടുക്കാനായിട്ട്. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് ഇത്രത്തോളം സോഷ്യൽ മീഡിയ പ്രാധാന്യം ഇല്ലാത്തൊരു സമയമാണല്ലോ ഞങ്ങളൊക്കെ വരുന്ന ടൈമില്. അപ്പൊ ചേച്ചിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാസറ്റിലൂടെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് ആൽബം സോങ്സും ഡിവോഷണൽ സോങ്സുകളാണെങ്കിലും പിന്നെ ജിംഗിൾസ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരു ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നു. അതിനിടയിലാണ് ചേച്ചി ഭൂതക്കണ്ണാടി എനിക്ക് തോന്നുന്നത് അതിലേക്ക് പാടാനുള്ള ഒരു അവസരം ചേച്ചിക്ക് ഒരുക്കി തന്നത് കൈതപ്പൻ സാറാണ്. കൈതപ്പൻ സാറിന്റെ ഒരുപാട് ഡിവോഷണൽ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ് ഇങ്ങനെ നമ്മുടെ കാലിക്കറ്റ് പൊതുവെ അന്ന് ആ സമയങ്ങളിൽ ഒരുപാട് റെക്കോർഡിങ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഫിലിമിന്റെ റെക്കോർഡിങ് വളരെ ലക്കി പ്ലേസ് എന്നാണ് പറയാറ്. ഒരുപാട് പിക്ചറുകളുടെ റെക്കോർഡിങ് അവിടെ നടക്കാറുണ്ട്. അപ്പം സാറാണ് ജോൺ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് അതൊന്ന് വോയിസ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഞാൻ തീരെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ എനിക്ക് എന്താ വെച്ചാൽ ജോൺ ചേട്ടനെ ഒന്ന് കാണണം, അത്രയും നമ്മൾ ആരാധനയോട് കാണുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ ജോൺ ചേട്ടനെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അന്ന് കാലിക്കറ്റ് മ്യൂസിക് സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പൊ അന്ന് ചേട്ടനാണ് പാട്ട് പറഞ്ഞു തരുന്നത്. അപ്പം ട്രാക്ക് പാടുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചേച്ചി അവിടേക്ക് പോണത്. അപ്പൊ ഫസ്റ്റ് ചേച്ചി പാടുന്നത് ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ്. ശ്രീലക്ഷ്മി പുള്ളുവൻ സോങ് ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അത് പാടി കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു നമുക്ക് വേറൊരു സോങ്ങും കൂടി ഉണ്ട്. അപ്പൊ അത് കാവ്യാണ്, ചെറിയ കാവ്യ കുട്ടിയാണ് ആ പിക്ചറില്. അപ്പൊ കാവ്യക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല ചായ്ക്കാൻ ഒരു താഴ്വാരം, അങ്ങനെ രണ്ടാമത്തെ പാട്ട് പാടി. അത് സാറിന് അതും ഇഷ്ടമായി. പിന്നെ അതിനുശേഷം വിദ്യാരം മാസ്റ്റർ കൂടെ നമ്മുടെ ഭൂതക്കണ്ണാടിയുടെ ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് ഒരു പുള്ളുവൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുള്ളുവൻ സോങ്ങിലാണ് അത് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടും അങ്ങനെ 3 പാട്ട് പാടാനായിട്ട് സാധിച്ചു. അത് എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ്. ജോൺ ചേട്ടൻ, മമ്മൂക്ക, ലോഹിതദാസ് സാർ, അവരുടെ ആ ഒരു എനിക്കൊന്ന് മമ്മൂക്കയുടെ നാഷണൽ അവാർഡ് കിട്ടിയ ക്യാരക്ടറാണ് ഒരു സിനിമ. അതെ, അത്രയും വലിയൊരു ഫിലിമിന്റെ ഭാഗമാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഇന്നും വളരെ എന്താ പറയാ ആ ഒരു മെമ്മറിയൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു സിനിമയിലെ 3 പാട്ടുകൾ ഇപ്പൊ ചേച്ചി പറഞ്ഞു ഭൂതക്കണ്ണാടിയിലെ തന്നെ, അതിൽ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി കേൾപ്പിക്കാവോ എന്ന് ചോദിക്കുവാണെങ്കിൽ ചേച്ചി ഏത് പാട്ടായിരിക്കും പാടുന്നത്? ഞാന് തലചായ്ക്കാൻ ഒരു താഴ്വാരം, അതാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമ്മൾ ആളുകളിലേക്ക് എത്തിയ പാട്ട് അതാണ്, തലചായ്ക്കാൻ ഒരു താഴ്വാരം. അതാണ് വിഷ്വൽസിലും ഒക്കെ ആയിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക്. ചേച്ചിയുടെ എന്താ പറയാ എന്നെ പല ഇന്റർവ്യൂസിലും കാര്യങ്ങളിലൊക്കെ എന്റെ ഒരു പാട്ട് എന്നുള്ള രീതിയിൽ പോണത് തലചായ്ക്കാൻ ഒരു താഴ്വാരം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്നാ ജോൺസൺ മാസ്റ്റർ കമ്പോസ് ചെയ്ത് നമ്മുടെ കൈതപ്പുറം തിരുമേനി വരികൾ എഴുതിയിട്ടുള്ള ആ പാട്ട് അങ്ങോട്ട് പാടിയല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ സിന്ധു ചേച്ചിയും കൂടെ വിദ്യാധരൻ മാസ്റ്ററും കൂടെ ആ പാട്ട് പാടിയിരിക്കുന്നത് അല്ലെ, എങ്ങനെയാണെന്നാണ്? അല്ല, വിദ്യാധരൻ മാസ്റ്റർ കൂടെ ചേച്ചി പാടിയിരിക്കുന്നത് ടൈറ്റിൽ സോങ് ആണ്. ഇത് ശ്രീധരം മുണ്ടങ്ങാടായിരുന്നു പാടിയിരുന്നത്. ശ്രീധരം മുണ്ടങ്ങാടും പിന്നെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗർ, അങ്ങനെ ഞങ്ങള് 3 പേരെയായിരുന്നു ഈ പാട്ട് പാടിയിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ആ പാട്ടൊന്ന് പാടിയാലോ? തീർച്ചയായിട്ടും. തല ചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം, മണിമേട്, ഋതുമതിരാവിന് ഞൊറിഞ്ഞൊടുക്കാൻ നല്ല വെണ്ണില കോടിയും മിന്നും താലിയും, തല ചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം, മണിമേടുക. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും തലച്ചായ്ക്കാൻ ഒരു താഴ്വാരം എന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നമ്മൾ കേട്ടു. ആൻഡ് ഈ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, കാരണം ഈ പാട്ട് നമ്മളിപ്പം പലപ്പോഴും ഇതിന്റെ ക്രെഡിറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സിന്ധു പ്രേംകുമാർ എന്നുള്ളൊരു പേര് ഞാൻ ആദ്യം നോക്കിയിട്ടൊന്നും കണ്ടില്ല. അത് മിൻമിനി എന്നായിരുന്നു ഇതിന്റെ പേര്. ഇപ്പം യൂട്യൂബിൽ പല ചാനലുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം കമന്റ് സെഷൻ ആണെങ്കിലും വന്നിട്ടുണ്ട് മിൻമിനി അല്ല പാടിയിരിക്കുന്നത്, സിന്ധു ആണ് പാടിയിരിക്കുന്നത്, സിന്ധു പ്രേംകുമാർ ആണ് അത് പാടിയിരിക്കുന്നത് എന്ന് കമന്റ്സിൽ ഇപ്പം ആളുകൾ വന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം? അത് കണ്ടിട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് എന്താന്ന് വെച്ചാല് അത് എനിക്ക് മാത്രമല്ല കേട്ടോ, പല സിംഗേഴ്സിനും വരുന്ന ഒരു അനുഭവമാണത്. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് തുടക്കക്കാരിയാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് മിൻമിൻ ചേച്ചി അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, MG ശ്രീയേട്ടന്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട് ചിലപ്പം. ആ ഒരു ഇതിന്റെ പേരിലായിരിക്കും എന്റെ പേര് അതിൽ കാണാതിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്ന പല ചാനൽസിൽ കാണിക്കുകയാണെങ്കിലും ഒക്കെ സിന്ധു പ്രേംകുമാർ എന്നാണ്, റേഡിയോയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ഇതായത്. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇനി ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ഫിലിമില് അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതെ, അതിൽ എന്റെ പേര് എഴുതിയിട്ടുമുണ്ട്. പലരുടെ വിചാരം ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം കോട്ടയം കുഞ്ഞച്ചനാണെന്ന്. പക്ഷെ അതില്
സിന്ധു ദേവി എന്ന് പറഞ്ഞിട്ട് എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ് വന്നിരിക്കുന്നത്. സിന്ധു പ്രേംകുമാർ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ പാടിയ പാട്ടുകളിൽ ചിലപ്പോൾ നമ്മുടെ പേര് അവിടെ വരാത്ത രീതിയിൽ വരും. അതായത് അതിന്റെ ഒരു പാടിയ ആളുടെ പേരല്ലാത്ത രീതിയിൽ വരുമ്പോൾ ചെറിയൊരു വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ, ഇപ്പൊ മോള് പറഞ്ഞില്ലേ എന്റെ ചേച്ചിയുടെ പേരല്ല എന്നുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്നാണെന്നറിയാവോ, അവർക്ക് മാറിപ്പോയെങ്കിലും അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ അത് മിൻമിനി അല്ല, സിന്ധു പ്രേംകുമാറാണ്. സിന്ധു പ്രേംകുമാറാണ് പാട്ട് കേട്ടവർ വന്നിട്ട് കാണുമ്പോൾ നമുക്ക് ഓക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി അല്ലേ, അവരുടെ ഉള്ളിൽ ആ പേരുണ്ട്. അതെ അതെ അതെ, അത് തന്നെ എത്രയോ ഭാഗ്യല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ എന്തായാലും സിന്ധു ചേച്ചിയുടെ വോയിസിൽ ആ പാട്ട് നമ്മൾ കേട്ടു. ഇനി എന്തായാലും യഥാർത്ഥത്തിൽ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം അല്ലെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആയിട്ട് കേൾക്കാം. ഭൂതകണ്ണാടി സിനിമയിലെ തലചായ്ക്കാൻ ഒരു താഴ്വാരം എന്ന പാട്ട്. ഈ ഒരു പാട്ടോട് കൂടെ നമ്മുടെ സിന്ധു ചേച്ചിയുടെ പാട്ടിന്റെ ലോകം നമ്മളിവിടെ ഇങ്ങോട്ട് ആരംഭിക്കുകയാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. കേൾക്കാം, അറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് യെസ്, നമ്മുടെ കൂടെ ഇന്നലെ സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. അപ്പൊ സിന്ധു ചേച്ചി, നമ്മളിങ്ങനെ സിന്ധു ചേച്ചിയുടെ ആ ഒരു വിശേഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ചേച്ചി മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോൺസൺ മാസ്റ്ററിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ആ ഒരു ഓഡീഷനിൽ പോയത്. എന്നിട്ട് പിന്നീട് ആ ഒരു സിനിമയിൽ തന്നെ 3 പാട്ടുകൾ പാടി, പിന്നീട് 30ഓളം അല്ലെ 30-ലധികം പാട്ടുകൾ പിന്നീട് പാടി അല്ലേ. ഭജൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പാട്ടുകളായിക്കോട്ടെ, ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടി 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 ഇങ്ങനെ മലയാളികളുടെ മനസ്സ് കവർന്നെടുത്ത ഗായിക എന്ന നിലയിൽ നിൽക്കുമ്പോൾ ചേച്ചി മുമ്പേ പറഞ്ഞതൊക്കെ എന്റെ ഒരു ഭാഗ്യമാണ് എന്നിങ്ങനെ ചേച്ചി പറഞ്ഞായിരുന്നേ. സോ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോഴാണ് സിന്ധു പ്രേംകുമാർ എന്ന സിംഗർ ഒരു ലക്കി പേഴ്സൺ ആണ് എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ എന്നൊരു കാര്യം ചേച്ചി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. സോ എന്തുകൊണ്ടാണ് ഒരു ലക്കി ആണ് എന്ന് പറഞ്ഞെങ്കിൽ ഭാഗ്യവതിയാണ് എന്ന് പറയാനുള്ളൊരു കാരണം എന്താണ്? അല്ല, എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പാട്ടുകൾ കേട്ടിട്ട് അവരൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു, അതും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ ആ സംഗീതത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒരു ലക്കി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. രവീന്ദ്ര മാഷിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, രാഘവ് മാഷ്, അതായത് ഓൾ ഇന്ത്യ റേഡിയോയില് വഴി നമ്മുടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ള രാഘവ് മാഷ്, പിന്നെ അതുപോലെ തന്നെ ചിദംബരനാഥ് സാറ്, ദക്ഷിണാമൂർത്തി സാറ്, ദേവരാജ മാഷ്, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് വളരെ ലക്കിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ലക്കി പ്ലേബാക്ക് സിംഗർ അല്ലെ, ലക്ക് മാത്രമല്ല നമ്മുടെ ആ ഒരു ആഗ്രഹം കൂടി ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഒത്തിരി ഫിലിംസ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത വർക്കുകളെല്ലാം നല്ല വർക്കിൽ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പം ജോൺ ചേട്ടന്റെ എനിക്ക് തോന്നുന്നത് എല്ലാ സിംഗേഴ്സും കൊതിക്കുന്ന ഒരു ഇതായിരിക്കും ജോൺ ചേട്ടന്റെ കൂടെ, രവീന്ദ്ര മാഷിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പൊ അതൊക്കെ പറ്റിയെന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഗീത രംഗത്ത് നിൽക്കുന്നതിൽ ഒരു ലക്കിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ആ പറഞ്ഞത് നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ ദ ലെജൻസിന്റെ കൂടെ ആണെന്നുള്ളത്. ഇപ്പം രവീന്ദ്രൻ മാസ്റ്റർ ആയിക്കോട്ടെ, ജോൺസൺ മാസ്റ്റർ ആയിക്കോട്ടെ, ദേവരാജൻ മാസ്റ്റർ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഒപ്പം അല്ലെങ്കിൽ അവരുടെയൊക്കെ പാട്ടുകൾ ആ ശബ്ദത്തിലൂടെ വന്നു, അതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളിത് ഇങ്ങനെ ഓർക്കുകയാണ്. ആ പാട്ടുകളും അതിന്റെ പിന്നിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
SK Hotspot. SK Hotspot ആണ്. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. അങ്ങനെ തലചായ്ക്കാൻ ഒരു താഴ്വാരം എന്ന പാട്ട് നമ്മൾ കേട്ടു. ഇനിയും ചേച്ചിയുടെ ലിസ്റ്റിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ചേച്ചി എൻ്റെ അടുത്ത ചോദ്യം. കാരണം ചേച്ചി പറഞ്ഞു പാട്ടിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. സോ ഈ പാട്ട് ഓക്കെ എനിക്കൊരു പാട്ടുകാരി ആവണം, അല്ലെങ്കിൽ പാട്ടാണ് എൻ്റെ ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെന്റ്, അത് എങ്ങനെയായിരുന്നു? ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സിന്ധു പ്രേംകുമാർ എന്ന ഒരു ഗായികയുടെ തുടക്കം. ഓക്കെ, എനിക്ക് അതിൽ നന്ദി പറയേണ്ടത് എന്റെ പാരന്റ്സിനോടും എന്റെ അച്ഛമ്മയായിരുന്നു. ഇത് ഞാൻ ആദ്യം തന്നെ പാടും എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞു. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും സിസ്റ്ററും ആണുള്ളത്. അപ്പൊ ഈ ചെറിയ കുട്ടി ആവുന്ന സമയത്ത് തന്നെ അമ്മ പാട്ട് പാടിയിട്ടാണ് ഉറക്കാറ്. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും പാട്ട് കേട്ടിട്ട് തന്നെ ഉറങ്ങണം. സിസ്റ്റർക്കാണെങ്കിൽ സിസ്റ്റർ അങ്ങനെ പാടുന്ന പ്രൊഫഷണലി പാട്ടുകാരിയല്ല, അവൾക്ക് കഥകൾ കേട്ടിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അമ്മ പറയായിരുന്നു പല പല പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ എപ്പോഴും ഉറങ്ങാറുണ്ടായിരുന്നത് എന്ന്. പിന്നെ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അച്ഛമ്മയാണ് എന്നെ ആദ്യമായിട്ട്, ഞാൻ 4th പഠിക്കുമ്പോഴാണ് ക്ലാസിക്കൽ പഠിക്കാനായിട്ട് ഇവിടെ കാലിക്കറ്റ് എന്നുള്ള വിജയൻ കോവൂർ സാറിന്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. പക്ഷെ അന്നൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ക്ലാസിക്കൽ പഠിച്ചു കഴിയുമ്പോഴേക്കും ആകെ ഒരു മടുപ്പാണല്ലോ വരിക. അപ്പൊ അന്നൊക്കെ വളരെ എന്താ പറയാ കരഞ്ഞിട്ടൊക്കെയാണ് പല ക്ലാസ്സുകളിലും ഇരിക്കാറുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ദേവി ടീച്ചർ, ഞാൻ പ്രൗഡൻസ് സ്കൂളിലാണ് പഠിച്ചത് കോഴിക്കോട്. അപ്പൊ അവിടുത്തെ ടീച്ചറായ ദേവി ടീച്ചറുടെ അടുത്ത് പഠിച്ചു. കടുത്തുരുത്തി രാധാകൃഷ്ണൻ സാർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്ത് ക്ലാസിക്കല് ട്രെയിൻ ചെയ്തു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വീട്ടുകാർ തന്നെ അഭിപ്രായപ്പെട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെട്ട. അന്ന് ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബാലജന സഖ്യം, പിന്നെ അതുപോലെ തന്നെ ക്ലബുകളുടെ പരിപാടികള്, പിന്നെ അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി നമുക്കൊക്കെ കോമ്പറ്റീഷൻസ് ആണല്ലോ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, ഡിസ്ട്രിക്ട്, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് എല്ലാവർക്കും തോന്നി പാട്ടിന്റെ വഴിയിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിലാണ് ജോയിൻ ചെയ്തത്. അവിടെ മ്യൂസിക് തന്നെ മെയിൻ ആയിട്ട് എടുത്ത് പഠിച്ചു. പിന്നെ പറയേണ്ടത് അവിടെ 3ാമത്തെ വർഷത്തിൽ എന്റെ മാരേജ് കഴിഞ്ഞു. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചെന്ന് പെട്ട വീടാണെന്നുണ്ടെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്റെ മദറിൻലോ എത്രയോ വർഷങ്ങളായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടുന്നതും ക്ലാസിക്കൽ ഭജൻ സിംഗറാണ്. അപ്പൊ അങ്ങനെ പാട്ടിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. അതും അതും എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഞാൻ പലപ്പോഴും നമുക്കറിയല്ലോ, നമ്മളിപ്പം കല്യാണം കഴിഞ്ഞിട്ട് പാടാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഒരു പ്രോഗ്രാംസ്, ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പറ്റാത്ത. പക്ഷെ അതില് ഇവിടെ വീട്ടിലെത്തിയ ശേഷം ആണ് ചേച്ചി പ്രൊഫഷണലി ഈ റെക്കോർഡിങ്സ്, ആൽബംസും ഡിവോഷണൽ സോങ്സും ഫിലിമിലേക്കും ഒക്കെ വന്ന് ചേരുന്നത് അതിനുശേഷമാണ്. രംഗത്തേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങിയതല്ലേ? അതെ. അതുവരെ ഞാൻ എന്താ വെച്ചാൽ എന്റെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ മാതിരി ഓൾ ഇന്ത്യ റേഡിയോയിലാണ് ആദ്യമായിട്ടൊരു റെക്കോർഡിംഗ് സെഷനിലായിട്ട് ഞാൻ പോകുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതില് ഇതിന് ശേഷമാണ് ചേച്ചി ഫിലിമിലേക്കും കാസറ്റ്സിലേക്കും ഒക്കെ ആയിട്ട് പിന്നെ വരുന്നത്. അപ്പം റേഡിയോ ആയിട്ടൊരു കണക്ഷൻ പണ്ട് മുതലേ ഉണ്ട്. തീർച്ചയായിട്ടും റേഡിയോയിലൂടെയാണ് എനിക്ക് എന്താ പറയാ ഞങ്ങളെ കല്യാണം വരെ ഉറപ്പിക്കുന്നത് റേഡിയോ വഴിയാണ്. അതെന്താ അത് എന്റെ മദറിൻലോ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കന്ന് ഈ ഓണത്തിനൊക്കെ നമ്മൾക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ വലിയ വലിയ പ്രോഗ്രാംസ്, അതായത് സ്റ്റേജ് ഷോസ് നമുക്ക് റെക്കോർഡിംഗ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഒരുപാട് ആളുകളുടെ മുന്നില് നമ്മൾ ആ പാട്ട് ലൈവായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ പണ്ട് വിഷു ഓണത്തിനൊക്കെ ഓൾ ഇന്ത്യ റേഡിയോ വലിയ വലിയ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമില് ഞാനും എന്റെ മദറിൻലോയും കൂടി ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരാഴ്ച ഒരുമിച്ചായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ കോളേജിലേക്ക് തിരിച്ചെത്തി. അന്ന് തന്നെ എനിക്ക് കോള് വന്നു,
ഇങ്ങനെ വന്നിട്ടുണ്ട്, അവര് പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അപ്പൊ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അങ്ങനെ അപ്പൊ തന്നെ കെട്ടിച്ചു. കൊള്ളാം അല്ലേ, ഒരു ഓൾ ഇന്ത്യ റേഡിയോ കല്യാണം അല്ലേ, അടിപൊളി. അതെ അതെ തീർച്ചയായിട്ടും ഒരു പാട്ട് കല്യാണമായിരുന്നു. അതെ അത് കൊള്ളാം അല്ലെ. എന്തായാലും വന്നതും ഒരു പാട്ട് ഫാമിലി, ചെന്നതും ഒരു പാട്ട് ഫാമിലി, അങ്ങനെ പാട്ട് ജീവിതമായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന ഒരാള് സിന്ധു പ്രേംകുമാർ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആ ഒരു പാട്ട് ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്, തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേൾക്കാം പാട്ടുകളും മറ്റു വിശേഷങ്ങളും. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സിന്ധു പ്രേംകുമാർ എന്ന പ്ലേബാക്ക് സിംഗർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് SK ഹോട്ട്സ്പോട്ടിൽ. ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. സിന്ധു ചേച്ചി, അങ്ങനെ നമ്മൾ ആദ്യത്തെ സിനിമാ പാട്ട്, പിന്നെ എങ്ങനെയാണ് പാട്ടിലേക്ക് തുടങ്ങിയത്, ആ തുടക്കമൊക്കെ കുറിച്ച് അതിന്റെ ഓർമ്മകളും ഒക്കെ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചേച്ചിയോട് ചോദിക്കാനായിട്ടുള്ളത്, ചേച്ചിയുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനസ്സിൽ ഇന്നും ഓർത്ത് നിൽക്കുന്ന ഒരു കോംപ്ലിമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്? ഇപ്പം പറഞ്ഞു ജോൺസൺ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സാറ് തുടങ്ങിയവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പാടിയപ്പം എന്നോട് അമ്മ വന്നിങ്ങനെ പറഞ്ഞു, അങ്ങനെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു കോംപ്ലിമെന്റ് ഏതായിരിക്കും അത്? അങ്ങനെ എനിക്കിപ്പം ഒരു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഏതാണ് എനിക്കറിയില്ല. ഒരു പേപ്പറിൽ ജോൺ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂല് ജോൺ ചേട്ടൻ ഒരുപാട് ആളുകളുടെ പേരുകൾ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ജോൺ ചേട്ടന് ഇഷ്ടമുള്ള ഗായികമാരെന്ന് പറഞ്ഞിട്ട് അപ്പൊ ചിത്ര ചേച്ചി, സുജാത ചേച്ചി, അങ്ങനെ ഒരുപാട് ആളുകളെ പേര് മെൻഷൻ ചെയ്ത സമയത്ത് എന്റെ പേരില് പറഞ്ഞത് ജോൺ ചേട്ടൻ പറഞ്ഞതെന്താ വെച്ചാല്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്, വോയിസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗായികയാണ് സിന്ധു. പക്ഷെ അതിന് മാത്രമുള്ള ഒരു ചാൻസ് അവൾക്ക് കിട്ടിയിട്ടില്ല, അതിലെനിക്ക് വലിയ വിഷമം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാനൊരു പേപ്പറിൽ, അതായത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് മുമ്പേ ജോൺ ചേട്ടൻ അങ്ങനെ എഴുതിയത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, ജോൺ ചേട്ടൻ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ എനിക്കത് എന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമായിരുന്നു കണ്ട. അതെ അതെ, അങ്ങനെ ഒരു ഭയങ്കര ജോൺ ചേട്ടൻ കാലിക്കറ്റ് വരുന്ന സമയത്ത് എപ്പോഴും ഇവിടെ റെക്കോർഡിങ് ഉണ്ടാവുന്ന സമയത്ത് എന്നെ കൊണ്ടാണ് പലർക്കും വേണ്ടിയിട്ട് ട്രാക്ക് പാടിക്കാറ്. ഞാൻ ഒരുപാട് പാട്ടുകൾ ജോൺ ചേട്ടന് വേണ്ടിയിട്ട് ട്രാക്ക് പാടിയിട്ടുണ്ട്. കാലിക്കറ്റ് വരുന്ന സമയത്ത് ജോൺ ചേട്ടൻ എപ്പോഴും വിളിക്കും. അപ്പോ കുറേ പാട്ടുകൾ സുജാ ചേച്ചിക്കും ചിത്ര ചേച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി പാട്ടുകൾ ഞാൻ ജോൺ ചേട്ടന് വേണ്ടിയിട്ട് ട്രാക്ക് പാടിയിട്ടുണ്ട്. അപ്പൊ അത് ജോൺ ചേട്ടൻ ആ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര, ഇപ്പോഴും എനിക്കത് എന്താ പറയാ, ഞാൻ ഭയങ്കര, എനിക്കിപ്പോൾ എന്റെ അടുത്ത് ആ പേപ്പർ കട്ടിങ് ഉണ്ട് എന്റെ കയ്യില്. അതിപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിധി പോലെ സൂക്ഷിക്കുന്നതാണ്. പിന്നെ ദാസേട്ടന്റെ കൂടെ നേരിട്ടല്ലെങ്കിലും ദാസേട്ടന്റെ കൂടെ എനിക്ക് ഗംഗേ മഹാമംഗലേ എന്ന് പറഞ്ഞിട്ട് അഗ്നിസാക്ഷിയില് പാടാൻ പറ്റി. കൈതപ്രം സാറായിരുന്നു അതിന്റെ മ്യൂസിക്. അപ്പൊ അതും ഇതുപോലെ തന്നെ, അതും എനിക്ക് ഭയങ്കര എന്റെ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ദാസേട്ടന്റെ കൂടെ പാടാൻ പറ്റുക. പിന്നെ SPB സാറിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും എന്താ പറയാ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങള് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു കോംപ്ലിമെന്റില് ഏറ്റവും കൂടുതൽ ഓർത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്നും ഒരു നാഴികക്കല്ല് പോലെ സൂക്ഷിക്കുന്നത് ജോൺസൺ മാസ്റ്റർ അന്ന് പറഞ്ഞ ആ കാര്യം, അത് വന്ന ആ ഒരു പേപ്പറൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേ, ചേച്ചിയുടെ ജോൺസൺ മാസ്റ്റർ ഫേവറേറ്റ് ഏതാണ്? ഒരുപാട് ഫേവറേറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഒരു ലൂപ്പ് മോഡിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ജോൺ ചേട്ടന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ജോൺ ചേട്ടന്റെ മാത്രമല്ല, എല്ലാ ആളുകളുടെയും, അതായത് നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പഴയ പാട്ടുകളൊക്കെ, ബാബുക്കയുടെ പാട്ടുകളാണെങ്കിലും ദേവരാജൻ മാഷിന്റെ പാട്ടുകളാണെങ്കിലും രവീന്ദ്രൻ മാഷ്, ഔസേപ്പച്ചൻ, എല്ലാവരുടെ പാട്ടും ഇഷ്ടമാണ്. ജോൺ ചേട്ടന്റെ പാട്ടില് എനിക്ക് ഏത് പാട്ടാണ് ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പം എനിക്ക് എടുത്ത് പറയാൻ പെട്ടെന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് ഏത് പറയണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലേ? അതെ, രാജഹംസമേ
ഇഷ്ടമാണ്. ജോൺ ചേട്ടൻ ചെയ്ത പാട്ട് രാജഹംസമേ, അതൊക്കെ ഞാൻ എപ്പോഴും സ്റ്റേജിൽ പാടുന്ന പാട്ടുകളാണ്. അപ്പം ഒരുപാട് പാട്ടുകളുണ്ട് ജോൺ ചേട്ടൻ, ഒത്തിരി പാട്ടുകൾ, തങ്കത്തോണി, അങ്ങനെ ഒത്തിരി പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. അതിലൊരു പാട്ട് ഇപ്പം പറഞ്ഞ 2 പാട്ടുകൾ ഇപ്പൊ ചേച്ചി മെൻഷൻ ചെയ്തു, രാജഹംസമേ ആൻഡ് തങ്കത്തോണി. ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പാടിത്തരാവോ? നമ്മൾ എന്നിട്ട് നേരെ ആ പാട്ടിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പാടാം. ഓക്കെ. പൂമാലക്കാവിൽ തിരയാടും നേരം, പഴനി മലക്കോവിലിൽ മയിലാടും നേരം, ദീപങ്ങൾ തെളിയുമ്പോൾ എന്നുള്ളം പോലും മേളത്തിൽ തുള്ളിപ്പോയി. ഓ തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നിയിലക്കൊമ്പിളിൽ മുള്ളില്ലപ്പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനിൻ അത്താനുണ്ടേ, തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. അങ്ങനെ നമ്മൾ സിന്ധു ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ജോൺസൺ മാസ്റ്റർ ഹിറ്റ് പാട്ട് നമ്മൾ കേട്ടു, ഫേവറേറ്റ് പാട്ട് നമ്മൾ കേട്ടു. ആൻഡ് ഇങ്ങനെ പാട്ടിന്റെ ലോകത്തിലൂടെ, പാട്ടിന്റെ പാലാഴിയിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് രസമല്ല ഈ പാട്ട് ഓർമ്മകളൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട്. ആ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. ചേച്ചി, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞ പഴയ ഓർമ്മകള് ഇതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ മനസ്സിൽ എന്തായിരിക്കും? ഒരു പണ്ട് അയ്യോ എത്ര മനോഹരമായിരുന്നു, അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും. കാരണം ഇത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫീലോ, അയ്യോ ഇത്രയും പാട്ട് പാടിയ ഒരാള്, ഇത്രമാത്രം പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാള്, ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. ചേച്ചിക്ക് എന്താ ഇത് പറയുമ്പോ കിട്ടുന്നത് എന്താ? എനിക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞ മാതിരി പണ്ട് ഒരുപാട് ഒത്തിരി റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് നമ്മള് എല്ലാരും ഒരു കൂട്ടായ്മയായിരുന്നു. നമ്മുടെ ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ പോവാന്ന് പറയുമ്പോൾ ഒരു ആഘോഷം തന്നെയായിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സും കൂടെ പാടുന്ന ആളുകളും ഓർക്കസ്ട്ര ടീമും നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെയാണ് എല്ലാരും. കുറെ ഉച്ചയ്ക്ക് ബ്രേക്ക് എടുക്കും, ഭക്ഷണം കഴിക്കുക, ഇരുന്ന് ഒരുമിച്ച്, അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പത്തെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ് കേട്ടോ. ഇപ്പൊ നമ്മള് പാട്ട് ട്രാക്ക് ആരെങ്കിലും പാടിയിടും, ജസ്റ്റ് പോകുന്നു വരുന്നു, അങ്ങനെ നമ്മൾ ആരും കാണുന്നില്ല, നമ്മൾ ജസ്റ്റ് നമ്മളെ വോയിസ് മാത്രം എടുക്കുന്നു എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പോ ആ ഒരു സമയം ശരിക്കും ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. ആ ഒരു സ്നേഹബന്ധം ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പലരും നമ്മൾ അന്നത്തെ ആളുകളും ഒക്കെ എല്ലാരും വിളിക്കലും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇപ്പം ഒന്നാമത് തിരക്കാണ്. നമ്മളിപ്പോ ഓരോ വർക്കുകളും നമ്മൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് പാടുന്നത്. അപ്പം ആരെയും കാണില്ല. നമ്മളിപ്പോ മ്യൂസിക് ഡയറക്ടറേയും പിന്നെ നമ്മളിപ്പം എഞ്ചിനീയറും മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അതൊരു ഇതാണ്. പക്ഷെ എന്നാലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വർക്കുകളാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ഏറ്റവും എൻജോയ് ചെയ്തിട്ടാണ് ചേച്ചി മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോഴും ഞാൻ വിചാരിക്കും ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഒരു ഫീൽഡില് നമുക്ക് ഇത്രയും പാട്ടുകൾ പാടിയിട്ടും പ്രോഗ്രാംസ് ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് തന്നെ നമുക്ക് ദൈവത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണത്. കാലങ്ങൾ മുന്നോട്ട് പോകും തോറും അതിനൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് സിന്ധു ചേച്ചി. അല്ലെങ്കിൽ ആ ശബ്ദമായിക്കോട്ടെ ആൻഡ് ഓൾസോ ദാറ്റ് സൗന്ദര്യമായിക്കോട്ടെ, അതിനൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. അല്ല, അപ്പം ഇത് രണ്ടിനെയും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഒരു സീക്രട്ട് എന്തായിരിക്കും ചേച്ചി? അങ്ങനെയൊന്നുമില്ല മോളെ. ഞാൻ അത് ചെറിയ പൊടിക്കൈകൾ, മേക്കപ്പ് ഒക്കെ ഉണ്ട് നിങ്ങൾ കാണുന്ന സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പുതിയ ആളുകളെ കാണുന്നു, പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, എപ്പോഴും അങ്ങനെ ഒരു നമ്മളെ സംഗീതത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് വിഷമങ്ങളുള്ള പോലെ തന്നെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും സംഗീതത്തിൽ ചേർന്ന് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും ഫ്രഷ്നെസ്. അതെ 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 അതെ. അതുപോലെ ഈ ശബ്ദം എങ്ങനെയാണ് ചേച്ചി? ഇപ്പം
എത്ര വർഷം ഇപ്പം നമ്മളും തൊണ്ടത്തൊഴിലാളികളാണെന്ന് പറയാറുണ്ട്. കാരണം രാവിലെ മുതൽ ഒരു നേരം വരെ നമ്മളിങ്ങനെ കലബില 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 നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെയാണ് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്, അതിന്റെ പ്രാക്ടീസ്. സോ ഇത്ര വർഷമായിട്ട് ചേച്ചി എങ്ങനെയാണ് ആ ശബ്ദ സൗകുമാര്യം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? നമ്മുടെ ഒരു ജോലിയാണല്ലോ, നമുക്ക് ഏറ്റവും ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണല്ലോ നമ്മുടെ സൗണ്ട് എന്ന്. അത് കാത്തു സൂക്ഷിക്കാൻ ഞാൻ അധികം തണുപ്പുള്ളതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ പുളി അങ്ങനെ അധികം ഇഷ്ടമല്ല. പുളിയുള്ളത് കഴിച്ചാൽ എനിക്ക് ഭയങ്കര ആസിഡിറ്റി ഉണ്ടാവും. റെക്കോർഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് പിന്നെ അധികം ഓയിലുള്ള സാധനങ്ങൾ, അത് ഈ റെക്കോർഡിംഗ് ഉള്ള സമയങ്ങളിൽ കേട്ടോ, പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സമയത്ത് അത് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്കൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മുടെയൊക്കെ ഏജ് ആയി വരുമ്പോഴും നമുക്ക് നമ്മുടെ സൗണ്ടിനെ അത്രയും വോയിസിനെ സൂക്ഷിക്കേണ്ടതാണ്. അത് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് തന്നെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ എന്തായാലും പൊന്നുപോലെ നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം. കാത്തു സൂക്ഷിക്കുക എന്താ പറയുക, നമ്മളെ റെക്കോർഡിംഗ് ഒക്കെ എപ്പോഴാ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ പെട്ടെന്നായിരിക്കും നാളൊരു റെക്കോർഡിംഗ് ഉണ്ട്, വരാൻ പറ്റുമോ എന്നുള്ളൊരു കോള് വരാം. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഏത് സമയത്ത് നമ്മളും നമ്മുടെ വോയിസിനെ നമ്മൾ നല്ല എന്താ പറയാ പളുങ്ക് പാത്രം പോലെ സൂക്ഷിക്കണം എന്നാണ് പറയാ. അത് തേച്ച് മിനുക്കി നല്ല പളുങ്ക് പാത്രം പോലെ സൂക്ഷിക്കണം എന്നാണ് പറയാറ്. അങ്ങനെ തന്നെ കേട്ടോ, നമ്മൾ ഈ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമ്മുടെ വോയിസിനെ, അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക്, പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ന്യൂജൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് കുട്ടികളുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ അടുത്തൊന്നും ഞാൻ ഈ റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജ്മെന്റ് ഇതിലായിട്ട് നിന്ന ആളാണല്ലോ. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നിന്ന് വരെ നമ്മൾ അവരുടെ അടുത്ത് തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും ശ്രമിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ട് നമ്മുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ അടുത്തൊന്നും കുറച്ച് ടിപ്സുകളൊക്കെ എടുക്കാറുണ്ട്. അത് കൊള്ളാം അല്ലേ? അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ ആ ഒരു പളുങ്ക് പോലെ കൊണ്ട് നടക്കുന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇന്നും ഞങ്ങൾ മലയാളികൾ ആ പാട്ട് ഓർത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും അല്ലെ സ്റ്റേജ് ഷോസിൽ അത്രയും രസകരമായിട്ട് ആ പാട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇനി ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അപ്പൊ പാട്ടുകൾക്ക് ശേഷം മറ്റു വിശേഷങ്ങളുമായിട്ട് നമ്മളിവിടെ ഉണ്ട്. സോ ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട്. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. നമ്മുടെ കൂടെ ഇന്ന് ഹോട്ട് സീറ്റിലുള്ളത് സിന്ധു പ്രേംകുമാർ, ദ പ്ലേ ബാക്ക് സിംഗർ. അപ്പം ചേച്ചി, നമ്മളുടെ പാട്ട് വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് കേട്ടു, ചേച്ചിയുടെ ജോൺസൺ മാസ്റ്റർ ഫേവറേറ്റ് നമ്മൾ കേട്ടു. ഇനി നേരെ നമ്മൾ രവീന്ദ്ര സംഗീതത്തിലേക്ക് ഒന്ന് പോവാണ്. കാലം എത്ര കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒന്നാണ് ഈ രവീന്ദ്ര സംഗീതം എന്ന് പറയുന്നത്. സോ യെസ്, നേരെ നമുക്ക് പോവാം. വടക്കുംനാഥൻ സിനിമയിലെ ഓർമ്മകൾ പറഞ്ഞാട്ടെ, നമ്മളത് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പാഹി പരമ്പരയിലെ അല്ലേ? അതെ, പാഹി പരമ്പരയിലെ രവീന്ദ്ര മാസ്റ്റർ കൂടെ ഞാൻ വടക്കുംനാഥന് മുമ്പേ 1-2 ഫിലിമില്, പിന്നെ കാലിക്കറ്റ്, ഞാൻ പറഞ്ഞില്ലേ കാലിക്കറ്റിൽ വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നരസിംഹം, അങ്ങനെ കുറച്ച് ഫിലിംസ് അതിന്റെ ട്രാക്ക് കാര്യങ്ങൾ, കോറസ് സെക്ഷൻസ് ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്കുള്ള ഒരു പാഹി പരമ്പരയിലെ എന്നുള്ള പാട്ടിലേക്ക് വഴിയൊരുക്കിയത് ഗിരീഷേട്ടനാണ്. ഗിരീഷേട്ടൻ ഞാൻ പറഞ്ഞില്ല, എന്റെ മദറിലോ ഒരുപാട് ഭജൻസും ക്ലാസിക്കലും ഒക്കെ പാടുന്ന ആളാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭജൻസ്, അമ്മയുടെ ഗുരുനാഥന്റെ ശരിക്കും അളിയനാണ് ഗിരീഷേട്ടൻ. അപ്പൊ അത് ഗിരീഷേട്ടനായിട്ട് ഞങ്ങൾക്ക് ഫാമിലി വലിയ അടുപ്പമുണ്ട്. അപ്പൊ ഗിരീഷേട്ടന്റെ ഒരു കവിതയുടെ ഒരു ബുക്ക് റിലീസിംഗ് ടൈമിലാണ് ഞാനായിരുന്നു അതിലെ കവിതകൾ അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ഗിരീഷേട്ടന്റെ അടുത്ത് പറഞ്ഞു, മോളെ ഞാനൊരു ഫിലിം എടുക്കുന്നുണ്ട്, അപ്പം മൂക്കൊരു പാട്ട് ഉണ്ട്, അപ്പൊ അത് ഗിരിശേട്ടന് അത് ഇപ്പം റീസെന്റ് ആയിട്ട് എന്റെ വർക്ക് വരുന്നുണ്ട്, വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഗിരിശേട്ടനാണ് ഈ ഒരു പാട്ട്, അതായത് പാഹി പരമ്പരയിലെ എന്ന പാട്ടിലേക്കുള്ള ഒരു വഴി ഒരുക്കുന്നത്. അങ്ങനെ ഞാൻ കാലിക്കറ്റ് രാജശ്രീ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ റെക്കോർഡിങ്. ഞാനും മഞ്ജരിയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അതില് ഞങ്ങൾ പാടാൻ പോയ സമയത്ത് രവീന്ദ്ര മാഷുണ്ട്, ശോഭ ചേച്ചി ഉണ്ട്, അപ്പൊ എല്ലാരും ഉണ്ട്, NG ശ്രീകുമാരൻ സാറുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേർക്കും അതില് 2 കുട്ടികൾ, അതായത് ഒരു ഭജൻ സ്റ്റൈലിലുള്ള ഒരു പാട്ടാണല്ലോ പാഹി പരമ്പരയിലെ. അപ്പം 2 കുട്ടികൾ പാടുന്ന സമയത്ത് രവീന്ദ്ര മാഷ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ആരെ കൊണ്ട് അത് ഫസ്റ്റ് പാടിക്കണം എന്നുള്ളത്.
മഞ്ജരീനെ കൊണ്ട് പാടിക്കണോ എന്നെ കൊണ്ട് പാടിക്കണോ, അത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം ആവുമല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം മാഷക്ക്. അങ്ങനെ മാഷ് അന്ന് ടോസ് ഇട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ടോസ് ഇട്ടിട്ടാണ് ആ പാട്ട് പാടിച്ചത്. ടോസില് ഫസ്റ്റ് ഹെഡ് വീണിരിക്കുന്നത് മഞ്ജരിക്കായിരുന്നു. അപ്പൊ മഞ്ജരി സ്റ്റാർട്ട് ചെയ്തു പാട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അന്നത്തെ റെക്കോർഡിംഗ് സെഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളരെ കൂളാക്കിക്കൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും ആ പാട്ട് പാടിപ്പിച്ചത്. അധികം ടേക്കുകളൊന്നും വേണ്ടി വന്നില്ല. ഞങ്ങള് വളരെ എന്താ പറയാ സന്തോഷമായിട്ടായിരുന്നു, നല്ല കുട്ടികളായിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു. ഇപ്പൊക്കെ എനിക്ക് അത് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇത് തോന്നും കേട്ടോ, അയ്യോ രവീന്ദ്ര മാഷിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇച്ചിരി പാടിയത് എന്നൊക്കെ തോന്നും. അന്ന് വളരെ കൂളാക്കിട്ടായിരുന്നു സാറ് പാടിച്ചിരുന്നത് ഞങ്ങളെ കൊണ്ട്. ആ ഒരു സമയത്ത് അപ്പൊ എന്നാ പ്രായം കാണുമായിരിക്കും? തീരെ അല്ലേ, ഒരു യങ്സ്റ്റർ മോഡല്ലേ അല്ലേ? ആര്, ഞാനോ? അല്ലേ? എനിക്ക് നല്ല വയസ്സുണ്ട് കേട്ടോ, നീ വിചാരിക്കണോ അറിയില്ല. അല്ലെ, ശബ്ദം കേൾക്കുമ്പോ നമുക്ക് അറിയില്ലല്ലോ, മറ്റേ ചർമ്മം കണ്ടാൽ എന്താ പറയാൻ പറയുന്നത്, ശബ്ദം കേട്ടാൽ അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പം ഒട്ടുമിക്ക സിംഗേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് രവീന്ദ്ര മാസ്റ്ററിന്റെ കൂടെ പാടുന്നത് ഭയങ്കര പേടിയാണ്. നമ്മൾ ചില ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നത് ഭയങ്കര പേടിയാണ്, അവരിങ്ങനെ വഴക്ക് പറയുന്നൊക്കെ. അങ്ങനെ പോലെ തന്നെയാണ് രവീന്ദ്ര മാസ്റ്ററിന്റെ കൂടെ ചിലവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പം ചേച്ചി പറയുന്നു ഓക്കെ ഭയങ്കര രസമായിരുന്നു, ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് നല്ലപോലെ പറഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോ മൂഡിലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. അന്ന് വളരെ ഞങ്ങളെ കംഫർട്ട് ആക്കിയിട്ടായിരുന്നു. പിന്നെ അതിന് റീടേക്ക് ഒന്നും ഒരുപാട് വേണ്ടി വന്നില്ല. ഞങ്ങള് അന്ന് പാട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് റീടേക്സ് ഒന്നും വേണ്ടി വന്നില്ല. അത് മാഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അത് ഭംഗിയായിട്ട് പാടിക്കൊടുത്തു മാഷിന്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അതിനുശേഷം മാഷൊക്കെ സുഖമില്ലാതെയായി. എനിക്ക് തോന്നുന്ന ലാസ്റ്റ് അന്ന് ചെയ്തിരുന്ന വർക്ക് അതായിരുന്നു. പിന്നീടും പാടിപ്പിക്കാം കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാഷ് അന്ന് പോയത്. അതും വലിയൊരു ഇതാണ്. മാഷിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയാ, നമ്മൾക്ക് നമ്മുടെ ഈ ഒരു സംഗീത ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ നിന്നൊക്കെ പഠിക്കാനുണ്ട്. രവീന്ദ്ര മാഷാണെങ്കിലും ജോൺ ചേട്ടനാണെന്നുണ്ടെങ്കിലും രാഘവ മാഷ്, അവരുടെയൊക്കെ ചിട്ടകളുണ്ടല്ലോ, സംഗീതത്തിനോട് കാണിക്കുന്ന ഒരു എന്താ പറയാ ദൈവികമായിട്ടുള്ള ഒരു രീതിയിലാണ് അവരെല്ലാരും സംഗീതത്തിനെ സമീപിക്കുന്നതും പിന്നെ ടൈമിന്റെ കൃത്യത പാലിക്കുന്നത്. അതൊക്കെ നമ്മൾ അവരുടെ നിന്നൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെ ആലോചിക്കുവായിരുന്നു. ഇപ്പൊ ചേച്ചി പറഞ്ഞു അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഭാഗ്യം മാത്രമല്ല, ചേച്ചിയുടെ ഒരു ആഗ്രഹമുണ്ട് അതിനകത്ത്, ചേച്ചി കൊടുത്ത ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അനുഗ്രഹമുണ്ട്, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പാട്ടുകളെല്ലാം പാടുന്നത്. ഇവരോടൊപ്പം അല്ലെ ഒട്ടുമിക്ക ലെജൻസിന്റെ കൂടെ ഒരു ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ലക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള, പാട്ടിനെ അത്രമേൽ സ്നേഹിക്കുന്ന സിന്ധു പ്രേംകുമാറാണ് ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിൽ ഹോട്ട് സീറ്റിലുള്ളത്. അപ്പൊ മറ്റു വിശേഷങ്ങളൊക്കെ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. അപ്പൊ ചേച്ചി, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, നമുക്ക് നേരെ ഇപ്പം പാഹി പരമ്പരയുള്ള എന്നുള്ള പാട്ട് നമുക്ക് അങ്ങോട്ട് റേഡിയോയിലൂടെ അങ്ങോട്ട് കേൾപ്പിച്ചാലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മഞ്ജരി ആൻഡ് അതുപോലെ തന്നെ സിന്ധു ചേച്ചിയും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു രവീന്ദ്ര സംഗീതം നമുക്ക് കേൾക്കാം. വടക്കും നാഥൻ സിനിമയിലെ പാഹി പരമ്പരയിലെ. അതിനുശേഷം മറ്റു വിശേഷങ്ങൾ ഓൺ SK ഹോട്ട്സ്പോട്ട് 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട് സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ ഭൂതക്കണ്ണാടി എന്ന ആദ്യ സിനിമയിലെ പാട്ട് പാടി, 3 പാട്ടുകൾ പാടി. പക്ഷെ അതിനു മുന്നിലും പിന്നിലും ഒരുപാട് പറയാനുണ്ട് അല്ലേ ചേച്ചി? ഭൂതക്കണ്ണാടി ആദ്യത്തെ സിനിമ പാട്ട്, അതിന് തൊട്ട് മുന്നേ ഒരുപാട് ആൽബം സോങ്സ്, ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത് രവീന്ദ്രൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത പാഹി പരമ്പരയിലെ എന്ന പാട്ടിന്റെ വിശേഷങ്ങളായിരുന്നു. ആൻഡ് അങ്ങനെ എല്ലാ വിശേഷങ്ങളും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഒരു സിറ്റുവേഷൻ ഏതായിരുന്നു എന്ന് ഞാൻ ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും ചേച്ചിയുടെ ഉത്തരം? ലൈഫിലെ ഏറ്റവും ടെൻഷൻ അടിച്ച സിറ്റുവേഷനോ? യെസ്. അത് മ്യൂസിക്കലല്ലേ ചോദിക്കുന്നത്? മ്യൂസിക്കൽ തന്നെ ആവട്ടെ. ആണോ? മ്യൂസിക്കൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് ഹെഡ്ഫോൺസ് ഒക്കെ ഇട്ട് പാടുന്നത് ഓൾ ഇന്ത്യ റേഡിയോയുടെ റെക്കോർഡിങ്ങിലാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ എന്റെ മദർ ഇൻ ലോന്റെ കൂടെയുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് ചേച്ചി സ്റ്റുഡിയോയിലൊക്കെ പോയി പാടുന്നത്. അപ്പൊ അന്ന് പാടുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു.
ഈ ഹെഡ്ഫോൺ എങ്ങനെ ഇടണം, എങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നത് ശരിയാണോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ എന്റെ വോയിസ് അങ്ങനെ പേടിച്ചിട്ട് എന്റെ വോയിസ് അങ്ങനെ അടഞ്ഞുപോയി. സത്യം പറഞ്ഞാല് പാടാൻ ഒരു തുള്ളി എനിക്ക് പാടാൻ പറ്റുന്നില്ല അന്ന്. അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ വെച്ചാല് ഇവർക്കിത് പോണ്ട പാട്ടുകളാണല്ലോ, അതായത് ഓൺലൈനിൽ പോണ്ട പാട്ടുകളാണല്ലോ, അപ്പൊ ഒന്നും ചെയ്യാനായിട്ടുള്ള സാധിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. അങ്ങനെ ഞാൻ അന്ന് സ്റ്റേഷൻ ഡയറക്ടർ അടുത്ത് പോയി സംസാരിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഒന്നും നന്നായിട്ട് വോയിസ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗ്യത്തിന് ഒരു ദിവസം എനിക്ക് ഒരു ഫ്രീ തന്നു സാറ്. ഞാൻ വീട്ടിൽ പോയി ഒരു ദിവസം മിണ്ടാതിരുന്നു. പിറ്റേ ദിവസത്തിന് എന്തോ എനിക്ക് ഭാഗ്യത്തിന് പാടാൻ പറ്റി, വോയിസ് തുറന്നു. അങ്ങനത്തെ സന്ദർഭങ്ങള് ഒരു പ്രാവശ്യം അല്ല കേട്ടോ, അങ്ങനത്തെ സന്ദർഭങ്ങൾ പല ടൈമിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ടെൻഷൻ അടിച്ച സമയങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യത്തെ ഒരു വർക്ക് എന്റേത് ആദ്യം ഞാൻ ലോകനാർക്കാവിന് വേണ്ടിയിട്ടാണ്, വടകരയിലെ ലോകനാർക്കാവ് ക്ഷേത്രത്തിന് വേണ്ടി ഒരു ഡിവോഷണൽ സോങ് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്റെ ഔട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്, ഒരു ഡിവോഷണൽ സോങ്. അപ്പൊ ഞാനത് ജയേന്ദ്രൻ സാറിന്റെ കൂടെയാണ് ഫസ്റ്റ് കാസറ്റ് ചെയ്യുന്നത്, ഡിവോഷണൽ കാസറ്റ്. അപ്പൊ അന്ന് ഞാൻ ഇതേപോലെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷനെ കൊണ്ട് എനിക്ക് എന്താ പറയാ, ചില വാക്കുകളൊക്കെ തെറ്റിപ്പോവാ. അങ്ങനെ ഞാൻ കരഞ്ഞിട്ടുണ്ട് സ്റ്റുഡിയോയില്. ശരിക്കും പറഞ്ഞാല് തെറ്റിപ്പോയിട്ട് അത് എന്തായാലും ഒരു മ്യൂസിക് ഡയറക്ടർ ആദ്യം പാടുന്ന കുട്ടികളാവുമ്പോ എന്തായാലും അവരൊന്നും ഒരു ചെറിയൊരു വിരട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കരഞ്ഞിട്ടൊക്കെ പാടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പണ്ട് എനിക്ക് ചില അക്ഷരങ്ങള്, അതായത് ചില അക്ഷരങ്ങള് ചിലപ്പം ശരിക്കുന്ന സമയത്ത് കറക്റ്റ് അല്ലാതെ വന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പം നമുക്ക് കറക്റ്റ് ആവാത്ത സമയത്ത് കുറേ പ്രാവശ്യം നമ്മളൊക്കെ ഇങ്ങനെ പാടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ടെൻഷനെ കൊണ്ട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളില് വന്നിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതിന്റെ ആ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് അതൊക്കെ നമ്മൾ പിന്നീട് നമ്മളെ റീബിൽഡ് ചെയ്ത് ഇപ്പൊ തീർച്ചയായിട്ടും അതെന്താ വെച്ചാൽ നമുക്ക് മൈക്കിന്റെ പൊസിഷൻസും കാര്യങ്ങളൊന്നും ആദ്യം നമുക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് എങ്ങനെ നമ്മൾ പാടണം, ചില അക്ഷരങ്ങൾ പാടുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ലിപ്പ് കറക്റ്റ് ആയിട്ട് എങ്ങനെ വെക്കണം. ചിലപ്പോൾ പോപ്പ് ഈ വേർഡുകൾ ഉണ്ടാവും പാടുന്ന സമയത്ത്, ചിലപ്പം അങ്ങനത്തെ വാക്കുകൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ആദ്യം ഒന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് വളരെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ. പിന്നെ നമുക്ക് അത് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കിപ്പം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിന് എത്രത്തോളം നമുക്ക് അതിനെ നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അത് എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് കേട്ടോ ഈ പിന്നീട് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു എന്ത് ജോലിക്കുള്ളത് പോലെ തന്നെ ചില ചെറിയ ടെൻഷൻസ് ഇതിലും ഉണ്ടായിട്ടുണ്ട്. ആ ടെൻഷൻസ് ഒക്കെ അല്ലേ, ഓരോ ടെൻഷൻസ് ഓരോ പാഠങ്ങളാക്കി അതൊക്കെ പഠിച്ച് പയറ്റി തെളിഞ്ഞതേ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന. അല്ല, ഫുള്ളി കംപ്ലീറ്റ് എന്നൊന്നും പറയാതില്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഒത്തിരി അതിന്റെ ഒരു ഭാഗം, അതായത് ഈ മ്യൂസിക്കിന്റെ ഒരു ചെറിയൊരു ഭാഗത്ത് കൂടെ പോകുന്നേ ഉള്ളൂ നമ്മളെല്ലാരും. ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട് മോളെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഇനിയും പാടണം എന്നുള്ള ഒരു ഇതിലൂടെയാണ് നിൽക്കുന്നത്. ചേച്ചി ഇനിയിപ്പോ പഠിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ജോണർ ഏതായിരിക്കും? എനിക്ക് വെസ്റ്റേൺ ഞാൻ പഠിച്ചിട്ടില്ല. വെസ്റ്റേൺ എനിക്ക് എന്താ വെച്ചാല് നമ്മളധികം കൈകാര്യം ചെയ്തിട്ടില്ല. എന്റെ ഒരു വോക്കൽ ഒരു ഇത് അങ്ങനത്തെ ഒരു വെസ്റ്റേണിനെ പറ്റിയ ഒരു വോക്കൽ അല്ല എന്റേത്. പക്ഷെ എന്നാലും എനിക്കത് ഇഷ്ടമാണ് കേൾക്കാനായിട്ടും അത് പാടാനും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനായിട്ട്. പിന്നെ ഞാൻ ഇൻസ്ട്രുമെന്റ് ഞാൻ വീണ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹാർമോണിയം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെനിപ്പം അത് പഠിക്കണം എന്നുണ്ട്. പിന്നെ കച്ചേരികൾ ഞാൻ ക്ലാസിക്കൽ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ പോലും കച്ചേരികൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് കച്ചേരി ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. കുറച്ച് ക്ലാസിക്കൽ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് കുറച്ച് കച്ചേരികൾ ചെയ്യണമെന്ന് എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ അല്ലേ, അതൊക്കെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ. സമയം എങ്ങും പോയിട്ടില്ല, ഇനിയും സമയമുണ്ട്. അപ്പൊ അതൊക്കെ ഓരോന്നോരോന്ന് നേടി അങ്ങനെ ഓരോന്നോരോന്ന് നേടിയ സിംഗറാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ജോന്റെ വാക്ക് പൊന്നാവട്ടെ.
യെസ്, ലെറ്റ് ഇറ്റ് ബി, അത് നടക്കും. ചേച്ചി ഇത്രയും മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ഒരാള്, ഇപ്പം മ്യൂസിക്കേ ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചിയുടെ മറ്റ് വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെ RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചി, നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിനെ കുറിച്ച് ഓരോ ഇങ്ങനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരുമ്പോൾ അറിയാനായിട്ട് സാധിച്ച ഒരു കാര്യമാണ്. അതായത് ചേച്ചിയുടെ ഒരു കാലഘട്ടത്തിൽ ചെന്നൈയിൽ പോയി ചേച്ചി ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതും രാജാമണി സാറിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ആ ഗാനം പുറത്തിറങ്ങിയില്ല എന്നുള്ള ഒരു സംഭവം. ആൻഡ് പിൽക്കാലത്ത് അതിനെ കുറിച്ച് അന്വേഷിച്ചോ? എന്തായിരിക്കും അത് ഇറങ്ങാത്തെ എന്നുള്ളൊരു റീസൺ വല്ലതും അന്വേഷിച്ചായിരുന്നോ? അത് റീസൺ എന്താന്ന് വെച്ചാല് ആ ഫിലിം പിന്നെ നമ്മള് നല്ലൊരു പാട്ടായിരുന്നു ഞാൻ പാടിയിരുന്നത്. രാജാമണി സാറിന്റെ കൂടെ ഒരു പാട്ട്, നല്ല മാഷൊക്കെ ഇതുപോലെ തന്നെ രാജാമണി സാറ് ഇതേപോലെ എന്റെ പാട്ട് കാലിക്കറ്റിന് കേട്ടിട്ട് മണിയേട്ടൻ പറഞ്ഞതായിരുന്നു, മോള് ചെന്നൈക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ പക്ഷെ അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഫിലിം റിലീസായില്ല. അതാണ് ചില പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ടെങ്കിലും ഫിലിം റിലീസ് ആയിട്ടില്ലെങ്കിലും ഫിലിമില് ഏത് പാട്ട് നമ്മൾ പാടിയാലും അത് ആ പാട്ട് ഹിറ്റ് ആവണം. അതിന്റെ വിഷ്വലി അത് ഭംഗി, അതായത് പാട്ടിന്റെ വിഷ്വൽസും കൂടി നന്നായിട്ടുണ്ടെങ്കിലേ ആ പാട്ട് ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടുള്ളൂ. പക്ഷെ ആ ഫിലിം അത് റിലീസ് ആയില്ല. അതെനിക്ക് ചേച്ചിക്ക് വലിയൊരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അത് നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു സോങ് ആയിരുന്നു. എന്നിട്ട് മണിയേട്ടൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മ. അന്ന് ചെന്നൈയിലായിരുന്നു കൂടുതൽ റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്കിപ്പം എറണാകുളത്തും കാലിക്കറ്റും ഒക്കെ ആണല്ലോ കൂടുതലായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒക്കെ. അപ്പം ചെന്നൈയില് മണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിലൊക്കെ നിൽക്കണം, ഒരുപാട് വർക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചത്. എന്തോ അതൊരു വലിയൊരു ഭാഗ്യക്കേടാണ് എനിക്ക്. അല്ലെ, അത് ഇനിയിപ്പം മറ്റൊരു ഓപ്ഷൻ, ഇപ്പം മറ്റൊരു തമിഴ് സോങ്സിലൊക്കെ പാടാനുള്ള ഒരു അവസരം വരട്ടെ അല്ലെ? അതെ തീർച്ചയായിട്ടും. മണിയേട്ടനൊക്കെ നമ്മള് എന്താ പറയാ, മണിയേട്ടനൊക്കെ ഞാനിപ്പം നമ്മളെ കൂടെ ആരും ഇല്ല. രവീന്ദ്ര മാഷില്ല, രാജാമണി സാറ്, ജോൺ ചേട്ടൻ, ഇവരാരും നമ്മളെ കൂടെ ഇല്ല. പക്ഷെ അവരോടൊപ്പം ഒക്കെ നമ്മള് വർക്ക് ചെയ്ത ആ ഒരു സമയങ്ങളൊക്കെ നമ്മള് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓർക്കാണ്. ഇപ്പൊ ജോ എന്നോട് പലതും ഇങ്ങനെ ചോദിക്കുമ്പോഴേ ചോദിച്ചില്ലേ മോള് ചേച്ചി ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഓർക്കാണ് അവരെ കൂടെ വർക്ക് ചെയ്തതും. ഓക്കെ. അങ്ങനെ പല ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ചേച്ചി ആക്ച്വലി പല ജോണേഴ്സും കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മൾ പറയാം. കാരണം ഇപ്പം സിനിമാ പാട്ടുകൾ പോലെയല്ല ഇപ്പം മാപ്പിള പാട്ടുകൾ അല്ലെ, അതുപോലെയല്ല നമ്മുടെ മറ്റ് ഡിവോഷണൽ സോങ്സ് അല്ലെങ്കിൽ ഭജൻസിന്റെ പാടുന്ന പാട്ടുകൾ, അങ്ങനെയല്ല. എല്ലാം ഒരു വ്യത്യസ്ത ജോണറിൽ പല മീറ്ററുകളിലൊക്കെ ഉള്ള പാട്ടാണ്. സോ ഇതിനു വേണ്ടി ചേച്ചിനെ തന്നെ എങ്ങനെയാണോ ഒരുക്കി എടുക്കാറുള്ളത്? ആ ഒരു പ്രാക്ടീസ് എങ്ങനെ ആയിരിക്കും ഓരോ ജോണറിന് വേണ്ടിയിട്ടും? ഇപ്പം സ്റ്റേജ് ഷോസിൽ നമ്മൾ വേറെ തന്നെ, നമ്മളിപ്പം സ്റ്റേജിൽ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ ജനങ്ങളെ ഫുൾ അങ്ങോട്ട് അവരുടെ കയ്യിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു സെൽഫ് പ്രിപ്പറേഷൻ, ആ ഒരു പ്രിപ്പിംഗ് മോഡ് എങ്ങനെയായിരിക്കും? അങ്ങനെയില്ല, നമ്മളിപ്പോ പാട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിവോഷണൽ സോങ്സും അപ്പം ഡിവോഷണലിന് ഒരുപാട് പാട്ടുകൾ, മാപ്പിള പാട്ടുകളും, ഹിന്ദു ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ, പിന്നെ ജിംഗിൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിംഗിൾസ് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് വളരെ വ്യത്യാസമാണ്. ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ് അത്ര വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അതില് ആ ഒരു 30 സെക്കൻഡിലുള്ള ആ ഒരു പാട്ടാണെങ്കിൽ പോലും അതിന്റെ ഒരു ഫുള്ളായിട്ട് ഇപ്പൊ ജിംഗിൾസ് നമ്മൾ കാണുന്നില്ല, ആ ഒരു ചെറിയ സമയത്ത് ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു എന്താണോ ആ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം എത്തിക്കണല്ലോ. അപ്പൊ ഈ ജിംഗിൾസ് ഒക്കെ പാടുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പല സ്റ്റൈല് സിംഗിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതും ആ ഒരു രീതിയൊക്കെ പഠിച്ചത്. പിന്നെ മാപ്പിള പാട്ടുകൾ ചേച്ചി ഒരുപാട് പാടിയിട്ടുണ്ട് മലബാറിലായതുകൊണ്ട്, ഒത്തിരി മാപ്പിള പാട്ടുകൾ. അതിലിപ്പം ഏറ്റവും ഫസ്റ്റ് പാടിയ തൗഫീഖ് എന്ന് പറഞ്ഞ ഒരു വർക്കുണ്ട്, MG ശ്രീകുമാർ സാറിന്റെ കൂടെയാണ് അത് പാടിയത്. എനിക്ക് തോന്നുന്നു അതില് ചേച്ചി ഉമ്മയെന്ന മധുമൊഴി കേൾക്കാൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് ചേച്ചി സ്റ്റേജിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും റിക്വസ്റ്റ് വരുന്ന ഒരുപാട് പാട്ടുകൾ. അപ്പം മാപ്പിളപ്പാട്ടുകളാണെങ്കിലും ഡിവോഷണൽ സോങ്സ്. അപ്പം നമ്മളിപ്പം എനിക്ക് ഈ പറഞ്ഞതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പല പാട്ടുകളും നമ്മൾ കൈകാര്യം പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളത് പാകപ്പെടുത്തി എടുക്കാന്ന് പറയല്ലോ, പല ടൈപ്പ് ഓഫ് പാടുന്ന. പിന്നെ ഈ മോള് ചോദിച്ച പോലെ
നമ്മളിപ്പോ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഫസ്റ്റൊക്കെ ചേച്ചി വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ പാടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ എല്ലാ ജോണറിലുള്ള പാട്ടും നമ്മൾ പാടാറുണ്ട്. എന്നിട്ട് നമുക്ക് പ്രേക്ഷകരെ ആവശ്യപ്പെടുന്ന എന്താണോ അത് നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് അതൊരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ പ്രേക്ഷകരെ ഇങ്ങനെ വന്നിട്ട് ചേച്ചി ആ പാട്ട് ഒരു നേരിട്ട് അവരുടെ ഒരു സംവാദം കിട്ടുവാണല്ലോ നമുക്ക്, അപ്പൊ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേജ് ഷോസ്. ഞാൻ അധികം ഞാൻ ഏഷ്യനെറ്റ് മൈലാഞ്ചി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് 6 വർഷത്തോളം ഞാൻ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് വർക്കുകൾ കാസറ്റുകളിലൊക്കെ പാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആളുകൾ നമ്മളെ നേരിട്ട്, അതായത് അവരുടെ വീട്ടിലൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മളിപ്പോ TV പ്രോഗ്രാംസിലൂടെ, ഷോസിലൂടെ ഒക്കെ. അപ്പം ഈ പ്രോഗ്രാമൊക്കെ UAE-യിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു മൈലാഞ്ചിയൊക്കെ. അപ്പൊ അവിടെയൊക്കെ പോണ സമയത്ത് അവർക്കൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ചേച്ചി പ്രോഗ്രാമിനൊക്കെ പോണ സമയത്ത് ആളുകള് ഈ അന്ന് പാടിയ ഈ പാട്ട് അങ്ങനെയൊക്കെ അവരെ റിക്വസ്റ്റ് വരാറുണ്ട്. നമ്മൾ സ്റ്റേജിലൊക്കെ പാടുന്ന സമയത്ത് അവരുടെയൊക്കെ റിക്വസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. അങ്ങനെ മലയാളി മനസ്സിന് കവർന്നെടുത്ത ഒരു മാപ്പിള പാട്ടുകാരി, സിനിമാ പാട്ടുകാരി, ഭജൻ സിംഗർ എന്നുള്ള പല തസ്തികളിലൂടെ അറിയപ്പെടുന്ന സിന്ധു പ്രേംകുമാറാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആണ് SK ഹോട്ട്സ്പോട്ട്. അപ്പം എന്തായാലും മറ്റു വിശേഷങ്ങളും ഇനി ചില മാപ്പിള പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് ചേച്ചിനെ കൂടെ ഒന്ന് പാടി കേൾപ്പിക്കണം, പാട്ട് കേൾക്കണം. ഞങ്ങൾ അതിങ്ങനെ കാത്തിരിക്കാണ്. കേൾക്കാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. റസൂലിൽ അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതർ റസൂലേ അഹ്മദ് നബിയേ റസൂലേ 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 അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതർ റസൂലേ അഹ്മദ് നബി റസൂലേ 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 അഷ്റഫുൽ ഖൽഖ് റസൂലേ അന്ത്യദൂതർ റസൂലേ അഹ്മദ് നബി റസൂലേ. സിന്ധു ചേച്ചി നല്ലൊരു അടിപൊളി മാപ്പിള പാട്ട് ദേ നമ്മളിപ്പം കേട്ട് കഴിഞ്ഞു. മാപ്പിള പാട്ടിന്റെ റാണി എന്നൊക്കെ ചേച്ചി അറിയപ്പെടാറുണ്ട്. അത് ഇത്തരം പാട്ടുകളൊക്കെ കേട്ടിട്ട് തന്നെയാണ്. സോ അങ്ങനെ ആളുകൾ വിളിക്കുമ്പോഴൊക്കെ എന്താണ് ആ ഒരു ഫീൽ? ഒരു മാപ്പിള പാട്ടിലേക്ക് തന്നെ നമ്മളൊന്ന് പർട്ടിക്കുലർലി ഒന്ന് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു വിളിയിൽ ചേച്ചിയുടെ ഒരു സന്തോഷം? അതെന്നതായിരിക്കും? എനിക്കിഷ്ടമാണ് പാട്ടുകൾ. ഭയങ്കര ഒരു റിത്തമാറ്റിക് ആണ്. അതിന്റെ ഈ പറഞ്ഞ പോലെ അതിന്റെ പല പാട്ടുകളും, അതായത് അതിൽ ഫാസ്റ്റ് സോങ്സ്, ഒപ്പന പാട്ടുകളാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഡിവോഷണൽ സോങ്സ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള പാട്ടുകൾ പാടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു താളങ്ങളും ഒക്കെ ഒരു രീതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ ആദ്യം ഞാൻ ബുദ്ധിമുട്ടായത് എനിക്ക് അതിന്റെ ചില അറബിക് വേർഡുകൾ ഉണ്ടല്ലോ, അതിന്റെ ഉച്ചാരണങ്ങൾ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു പാടുന്നത് ഒക്കെ ഭയങ്കര നമ്മള് അല്ലാഹ് ഉച്ചരിക്കുമ്പോഴും കൽബ് അങ്ങനത്തെ ചില വേർഡുകൾ അതൊക്കെ പിന്നീട് ഇതേ പറഞ്ഞ പോലെ തന്നെ കുറെ വർക്കുകൾ ചെയ്ത് പഠിച്ചെടുത്തതാണ്. ഒത്തിരി പാട്ടുകൾ ഇതൊക്കെ ഈ മാപ്പിള പാട്ടുകളുടെ ഏറ്റവും കൂടുതൽ അതിനോടുള്ള സ്നേഹം നമ്മൾ പുറത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടാറുള്ളത്. ഇപ്പോഴും ചേച്ചി പുറത്തെ പ്രോഗ്രാമിന് UAE-യിലൊക്കെ ഒരുപാട് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവര് നമ്മളെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ പാടിയ പാട്ടുകളൊക്കെ അവർ ഭയങ്കര റിക്വസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അധികം ഈ പുറത്തെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ലൈവ് റേഡിയോ ഇന്റർവ്യൂസ് ഉണ്ടാവാറുണ്ട് പ്രോഗ്രാംസിന്. അപ്പം അതിൽ ഈ ലൈവ് സെഷൻസ് വരുന്ന സമയത്ത് ആളുകൾ അവരുടെ ഇഷ്ടപ്പെട്ട പല പാട്ടുകളും നമ്മളെ കൊണ്ട് ലൈവായിട്ട് ഒരു റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടി കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണത്. ഓക്കെ, അങ്ങനെ ഒരു അല്ലേ ആ ഒരു മാപ്പിള പാട്ടിന്റെ റാണി എന്ന പേരിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. മാർക്കോസ് ഏട്ടൻ, ഞാൻ പറഞ്ഞ ശ്രീയേട്ടനെ കൂടിയാണ് ആദ്യത്തെ വർക്ക് എന്റെ തുടങ്ങിയത്. തൗഫീഖ് അല്ലേ? പിന്നെ മാർക്കോസ് ഏട്ടൻ, ഒരു തൗഫീഖാണ്. പിന്നെ ജല്ല ജലാൽ, ഒത്തിരി പാട്ടുകൾ, ഒത്തിരി വർക്കുകൾ, കണ്ണൂർ ഷെരീഫ്, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ടുണ്ട് പാട്ടുകൾ. നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ചേച്ചിയുടെ മാപ്പിള പാട്ടിന്റെ ഓർമ്മകളും കൂടെ കേട്ടു. ഇനിയിപ്പം ചേച്ചിയുടെ വശങ്ങൾ നോക്കുവാണെങ്കിൽ സിനിമാ പാട്ടുകൾ നമ്മളൊന്ന് സംസാരിച്ചു, അതുപോലെ തന്നെ മാപ്പിള പാട്ടും ഒന്ന് സംസാരിച്ചു. ഇനി നമുക്ക് എന്താ ഡിവോഷണൽ സോങ്സിലെ സിന്ധു ചേച്ചി അതൊന്നും നമുക്ക് അറിയണം. അപ്പം കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു പ്ലേ ബാക്ക് സിംഗറാണ്, ഒരു ഭജൻസ് സിംഗറാണ്, ഒരു മാപ്പിള പാട്ടുകാരിയാണ് അല്ലേ ചേച്ചി? ഇതിലധികം അല്ലേ ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. അങ്ങനെ പാട്ടിന്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു സിംഗർ, പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചി, നമ്മൾ മാപ്പിളപ്പാട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിവോഷണൽ സോങ്സിലേക്കാണ്. അപ്പം ഡിവോഷണൽ സോങ്സിൽ എന്നും മനസ്സിൽ ഓർത്തു നിൽക്കുന്ന ഒരു ഓർമ്മ എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും മനസ്സിലേക്ക് ഓടിയത്? ഡിവോഷണൽ സോങ്സ് ഞാൻ പറഞ്ഞില്ല, ആദ്യം ജയേട്ടന്റെ കൂടെയാണ് ആദ്യത്തെ ഡിവോഷണൽ കാസറ്റ്. നമ്മളന്ന് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലേ? അതെ അതെ അതെ. അത് ജയേട്ടനൊന്നും കേട്ടോ, പക്ഷെ എന്റെ സോളോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ആദ്യത്തെ എന്റെ ഡിവോഷണൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഒത്തിരി ഞാൻ കൃഷ്ണ ഗാനങ്ങളാണ് കൂടുതലായിട്ട് പാടിയിരിക്കുന്നത്. കൃഷ്ണന്റെ പാട്ടുകൾ ഒരുപാട് കൃഷ്ണന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ മൂകാംബിക അമ്മ, അങ്ങനെ ഒത്തിരി 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 പാട്ടുകൾ ഒരുപാട് പാടാനായിട്ട് സാധിച്ചു. അത് എനിക്ക് തോന്നുന്ന ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണല്ലോ, പാടുന്ന സമയത്ത് അതിന്റെ ലിറിക്സും കാര്യങ്ങളും. പണ്ടൊക്കെ നമ്മള് ഡിവോഷണൽ സോങ്സ് ഒരുപാട് അതിന്റെ ഐതിഹ്യങ്ങളായിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൂകാംബികയാണെങ്കിലും ചക്കുളത്തമ്മ, ചോറ്റാനിക്കര, അങ്ങനെ ഒരുപാട് വലിയ വലിയ അമ്പലങ്ങളിലെ പാട്ടുകൾ അങ്ങനത്തെ വർക്കുകളിലൊക്കെ ഉൾപ്പെടാനായിട്ട് സാധിച്ചു. ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. അതിന്റെ കൂടെ ഭജൻസും പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ മദറിലോ നന്നായിട്ട് ഭജൻസ് പാടും. അപ്പൊ ഞങ്ങള് അമ്പലങ്ങളിലൊക്കെ ഒത്തിരി ഈ നവരാത്രി സീസൺ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഒരുപാട് ഭജൻസ് ചെയ്യാറുണ്ട്. ഹിന്ദുസ്ഥാനി അല്ലാത്ത അഷ്ടപതികള് അങ്ങനെയൊക്കെ ഭജൻസും ചെയ്യാറുണ്ട്. എല്ലാ വശങ്ങളും അല്ലേ, പാട്ടിന്റെ എല്ലാ വശങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന വഴികളിലൂടെ അല്ലേ, ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച ഒരു പാട്ടുകാര് സിന്ധു ചേച്ചിയാണ് നമ്മുടെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത്. ആൻഡ് സിന്ധു ചേച്ചിയുടെ വിശേഷങ്ങൾ മാത്രമല്ല, സിന്ധു ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളും കൂടെ ഒക്കെ നമുക്ക് കേട്ടറിയണം. ആ കോഴിക്കോട്ടുകാരിയുടെ വീട്ടു വിശേഷങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. ആൻഡ് ചേച്ചി പാടിയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് തന്നെ നമുക്ക് കേട്ടാലോ ഇനിയിപ്പം? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. മാധവ മാധവ കൃഷ്ണ മംഗളാലയ ശ്രീകൃഷ്ണ സാധക ഫലദ കൃഷ്ണ സബല ശ്രീ കൃഷ്ണ കൃഷ്ണ മാധവ മാധവ കൃഷ്ണ മംഗളാലയ ശ്രീകൃഷ്ണ ദേഹി മുദം ദേഹി ശ്രീകൃഷ്ണ കൃഷ്ണ മാം പാഹി ഗോപാല ബാല ശ്രീകൃഷ്ണ കൃഷ്ണ മാം ഏഹി മുദം ദേഹി ശ്രീകൃഷ്ണ കൃഷ്ണ മാം പാഹി ഗോപാല ബാല ശ്രീകൃഷ്ണ കൃഷ്ണ മാം. എന്തായാലും ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടും നമുക്ക് കേട്ടു. അതും കണ്ണന്റെ ഒരു കൃഷ്ണന്റെ ഒരു പാട്ട് നമ്മൾ കേട്ടു. ആൻഡ് ചേച്ചി താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പാട്ടുകൾക്ക് ശേഷം സിന്ധു ചേച്ചിയുടെ വീട്ടു വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചി,
നമ്മളിനി സിന്ധു ചേച്ചിയുടെ വീട്ടുവിശേഷങ്ങളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ കോഴിക്കോടാണ് വീട് എന്നുള്ള കാര്യം ചേച്ചി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. സോ കോഴിക്കോട് എവിടെയാണ് വീട്? ഒരിക്കലും മറക്കാൻ പറ്റില്ല. കോഴിക്കോട് അത്രയും ഇഷ്ടമാണ്. ഇവിടുത്തെ പാട്ടിന്റെ ആരാധകർ, ഇവിടുത്തെ ഭക്ഷണം, ആതിഥ്യ രീതികൾ, ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വികാരമാണ്. ഒരു വികാരമാണ് കോഴിക്കോട് എന്ന് പറയുമ്പോ. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞാട്ടെ സിന്ധു ചേച്ചിയുടെ വിശേഷങ്ങൾ. ഓക്കെ, ചേച്ചിക്ക് ഒരു സിസ്റ്റർ ആണുള്ളത്. അവള് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ്. അമ്മ പാടും, ചേച്ചിയുടെ അമ്മ പാടും. അമ്മയുടെ ആ ഒരു ഇതാണ് ചേച്ചി കിട്ടിയത്. പ്രൊഫഷണലി സിംഗർ അല്ല. അതാണ്. എന്റെ അച്ഛൻ നേരത്തെ തന്നെ മരണപ്പെട്ടു. പിന്നെ ചേച്ചിയുടെ വീട്ടിലിപ്പം അറിയാലോ, ചേച്ചിയുടെ ഹസ്ബൻഡ് 2 വർഷമായി ചേച്ചി കൂടെ ഇല്ല. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ അറിയാം, ഈ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ചേട്ടനായിരുന്നു ഈ ഒരു പാട്ടിന്റെ കൂടെ ഇതായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനിപ്പം ഈ ഒരു മോളെടുത്ത് ഇത്രയും സംസാരിക്കുന്നതും ഈ ഒരു ഫീൽഡിലേക്ക് ചേച്ചിപ്പം നിൽക്കുന്നതും തന്നെ മ്യൂസിക്കിലുള്ളത് കൊണ്ടാണ് ചേച്ചിപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അത്രയും സപ്പോർട്ടായിരുന്നു ചേട്ടന്റെ അടുത്തുനിന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു മോളാണുള്ളത്. മോളപ്പം കാലിക്കറ്റ് തന്നെ വർക്ക് ചെയ്യാണ്. പാട്ടിഷ്ടമാണ്. പാട്ടിനെക്കാട്ടും കൂടുതൽ വരയോടാണ് മോൾക്ക് താല്പര്യം. അതൊക്കെയാണ്. പിന്നെ ചേച്ചിയുടെ മദറിലോ മീര, അവരും ഓൾ ഇന്ത്യ റേഡിയോയില് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർഷങ്ങളായിട്ട് പാടുന്ന ആളാണ്. അവരും ഞാനും കൂടിയാണ്, അമ്മയും ഞാനും കൂടിയാണ് കൂടുതലായിട്ട് ഭജൻസ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയതേ അമ്മയിൽ നിന്ന് കിട്ടിയ കഴിവാണെന്ന് പറഞ്ഞായിരുന്നേ. അമ്മയുടെ പേരെന്താ? അതെ, അമ്മയുടെ പേര് പുഷ്പ അമ്മ. അപ്പം അമ്മേ ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ മോളെ ഇറങ്ങി, അല്ലെങ്കിൽ വീട്ടുകാർ അത്രയും സപ്പോർട്ടായിരുന്നു, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു തന്നൊരു കാര്യം എന്തായിരിക്കും? കാരണം അമ്മ പ്രൊഫഷണലി സിംഗർ അല്ല, പക്ഷെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ പാട്ട് കേട്ടായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്, അച്ഛമ്മയുടെ പാട്ട്. അങ്ങനെ അമ്മ പറഞ്ഞു തന്നെ എന്തായിരുന്നു? അമ്മയായിരുന്നു പാടി തന്നത്. അമ്മയല്ല പറഞ്ഞു തന്നത്, അച്ഛനാണ് പറഞ്ഞു തന്നത്. അച്ഛൻ എന്താ വെച്ചാൽ അച്ഛൻ അന്നും ഇന്നും അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ എത്ര വലിയ പാട്ടുകാരി ആയിരുന്നാൽ പോലും നമ്മള് വിനയം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്നുള്ളൊരു വാക്ക്. അത് അച്ഛൻ ഇന്ന് എന്റെ കൂടെ ഇല്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഓരോ റെക്കോർഡിങ്സിന് പോകുമ്പോഴും അച്ഛന്റെ ആ വാക്കുകളാണ് ഇപ്പോഴും ഞാൻ ഓർക്കാറ്. അഹങ്കാരം എന്നൊരു സാധനം തലയ്ക്ക് പിടിക്കരുത് എന്നുള്ളത് ഒരു വാക്ക് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും എന്താ വെച്ചാൽ അച്ഛൻ്റെ ആ വാക്ക് ഇപ്പോഴും നമ്മള് എന്താ പറയാ നിധി പോലെ സൂക്ഷിക്കുക എന്ന് പറയല്ലോ. അത് ഇപ്പോഴും ഒരു പ്രോഗ്രാമിന് പോവാണെന്നുണ്ടെങ്കിലും എന്ത് റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ്റെ ആ വാക്കുകള്. അമ്മയ്ക്ക് പിന്നെ എന്താ വെച്ചാൽ അമ്മ എന്നെ പോലെ ചെറിയ വോയിസ് ആയിരുന്നു അമ്മയ്ക്ക്. അമ്മ പാട്ട് പാടുന്നതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു അമ്മയ്ക്ക്. പാട്ട് പഠിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോഴും വളരെ സന്തോഷമാണ് നമ്മള് ഇങ്ങനെ പാടുന്നതും ഒക്കെ കാണുമ്പം ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അച്ഛൻ പറഞ്ഞ വാക്ക് ചേച്ചി ഇന്നും അതിങ്ങനെ മനസ്സിൽ കൊണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ ചേച്ചിയെ കുറിച്ച് പറയുന്ന കാര്യം. അതായത് നമുക്ക് ഇപ്പൊ ചേച്ചിനെ ഞാൻ കണക്ട് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡ് RJ സൂരജ് വഴിയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുകയായിരുന്നു, ഇതുപോലൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇത്ര വർഷമായി എന്നുള്ളതൊന്നുമല്ല. അപ്പം ആള് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അങ്ങനെ പറയുമ്പോ എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്റെ ഒരു അനിയൻകുട്ടിയാണ് സൂരജൊക്കെ. ഞങ്ങള് ഈ പറഞ്ഞ മാതിരി കോഴിക്കോട്ട് നിന്നൊക്കെ ഒരുപാട് എന്താ പറയാ, എനിക്ക് ഏറ്റവും ഒരുപാട് അത്ര നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. എനിക്ക് ഈ പറഞ്ഞതിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഈ ഒരു മ്യൂസിക് ഫീൽഡിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതാണ്. ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്ന, ഞാൻ പറഞ്ഞില്ല ചേച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു ആഘാതമാണ് സംഭവിച്ചത്. അപ്പൊ അതിൽ നിന്ന് കരകയറാനായിട്ട് ഒരുപാട് ആളുകളിൽ നമ്മളെ വിളിച്ച് സംസാരിച്ചതും അതിലേറ്റവും നന്ദി പറയേണ്ടത് ചിത്ര ചേച്ചിയോടാണ്. ചേച്ചീനെ വിളിച്ചിട്ട് ചിത്രേച്ചിക്കും ഇതേപോലെ ഒരു ലൈഫിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം വന്നതാണല്ലോ. അപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പാടാൻ ഇഷ്ടമില്ലെങ്കിൽ, അതായത് പ്രൊഫഷണലി പാടാൻ ഇഷ്ടമില്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, സംഗീതം കൈവിടരുത്. ശരത് സാറും ഇതുപോലെ തന്നെ, ശരത് സാറും. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുക അതാണ് മോളെ, നമ്മളെ ഈ ഒരു
സംഗീതത്തിലൂടെ ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. ഒരുപാട് നല്ല സൗഹൃദങ്ങള് സൂക്ഷിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴും നമ്മളെ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളും ചേച്ചിയുടെ ദുഃഖത്തിൽ അതുപോലെ പങ്കുചേർന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഒരു നിമിഷം ഓർക്കുന്നു. അപ്പൊ എന്തായാലും ഇനി സിന്ധു ചേച്ചിയുടെ അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കേട്ടറിയേണ്ടത്. അപ്പം എന്തായാലും നമ്മുടെ പരിപാടി ഷട്ട് ഡൗൺ ചെയ്യാൻ സമയമായോന്ന് ചോദിച്ചാൽ അത്ര സമയമായില്ലെങ്കിലും ഏകദേശം സമയമായിട്ടുണ്ട്. എന്തായാലും അത് അവസാനിക്കുന്നത് ചേച്ചിയുടെ പുതിയ പരിപാടികൾ എന്തൊക്കെ, അപ്കമിങ് ഫ്യൂച്ചർ പരിപാടീസ് എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK Hotspot 89.6 FM സർഗക്ഷേത്ര. SK Hotspot. SK Hotspotൽ ഈ 3 മണിക്കൂറും നമ്മൾ ഒരുപാട് പാട്ട് വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് ആ പാട്ടിലെ പിന്നാമ്പറ കാഴ്ചകൾ കഥകളൊക്കെ നമ്മളോട് പങ്കുവെച്ചും അതുപോലെ തന്നെ പാട്ട് പാടി തന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ. സിന്ധു ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 3 മണിക്കൂർ? എനിക്ക് ഞാൻ ഭയങ്കര എന്താ പറയാ, കോണ്ടന്റ് ഫീൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാരണം പാട്ടും അതിന്റെ പറച്ചിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ചേച്ചിയുടെ അടുത്ത പരിപാടി എന്താണ്, ഭാവി പരിപാടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഭാവി പരിപാടികൾ ഒന്നും അങ്ങനെ ഞാൻ മുൻകൂട്ടി നിശ്ചയിക്കാറില്ല. അങ്ങനെ എന്താ പറയാ, നമുക്ക് ഇന്ന അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചേച്ചിക്ക് ഇപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല വർക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. ഈ ഒരു സംഗീതത്തിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകണം. പിന്നെ ഈ ഭജൻസ് തന്നെ, എനിക്ക് ഭജൻസിന്റെ ഒരു വർക്ക് ചെയ്യണം എന്നുണ്ട്. ഭജൻസ് മാത്രമായിട്ടുള്ള കുറച്ച് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി ഭജൻസ് ചേർത്തിക്കൊണ്ട് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ട്, ഒരു നല്ലൊരു വർക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു കോൺസെർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ക്ലാസിക്കൽ കോൺസെർട്ട് ചെയ്യണമെന്ന് ഒരുപാട് നാളുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് കൃതികളും ഒക്കെ പഠിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേ, പാട്ടിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് മുന്നോട്ടേക്ക് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുക പറഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷം ഇല്ല. അപ്പൊ ഇതിലിങ്ങനെ സന്തോഷകരമായി കുറച്ച് നല്ല പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുക, അതൊക്കെ തന്നെയാണല്ലോ ചേച്ചിയുടെ ആഗ്രഹങ്ങള്. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എന്ന് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ. വലിയ മ്യൂസിക്കില് വലിയ ഒരു കുറെ അംഗീകാരങ്ങൾ ഇനിയും കിട്ടട്ടെ അല്ലെ. അപ്പൊ അങ്ങനെ എന്തായാലും ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷമായി. ജോ എന്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ പോയി പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണല്ലോ ജോ എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു സമയം പോയത് തന്നെ ഞാൻ അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷമായി എനിക്ക്. നമ്മളെ ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത്. ഒരുപാട് കാലത്തെ ഒരു പരിചയമുള്ള പോലെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂവില് സംസാരിക്കാനായിട്ട് സാധിച്ചത്. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ പാട്ടുകൾക്കും ഒക്കെ താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ ഒരു കോൺസേർട്ട്, ഭജൻസിന്റെ ഒരു അത് ഇനിയും പാടാനായിട്ട് ഒക്കെ ചേച്ചിയുടെ ആഗ്രഹം പോലെ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ എന്താണ് ചേച്ചിക്ക് ഇനി പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. എന്നെ ഇത്രയും വരെ എത്തിച്ചത് നമ്മുടെ പ്രേക്ഷകരാണ്, ശ്രോതാക്കളാണ്. ശരിക്കും നമ്മുടെ പാട്ട് കേട്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ടും അവരുടെ ഒരു സ്നേഹവും തുടർന്നും ഉണ്ടാവണം. പിന്നെ എനിക്ക് ഇത്രയും നേരം സർഗക്ഷേത്ര 89.6 കുറച്ച് സമയം ജോ കുട്ടിയുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒത്തിരി സന്തോഷം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഇതിൽ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇതാണ്. നമ്മൾ ഇത്രയും നിൽക്കുന്നതിന് അതാണ്. അപ്പം എന്തായാലും അവരുടെ ഒരു സപ്പോർട്ട് ഇനിയും വേണം. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഈ ഒരു റേഡിയോ വഴി ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ജോനും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ആൻഡ് യെസ് അല്ലേ, ഒരു പാട്ടും പറച്ചിലും ഒക്കെ ആയിട്ട് 3 മണിക്കൂർ പോയതേ നമ്മൾ അറിഞ്ഞില്ല. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു മോളു. 89.6 FM സർഗക്ഷേത്ര.